കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചിട്ട് ആപ്പിൾ കമ്പനിയുടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വ്യാപകമായ റെയ്ഡ് നടത്തിയതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളീ കാണുന്നത്. അതായത് എല്ലാ മൊബൈൽ ഫോണുകൾക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. അത് ആപ്പിൾ ആയാലും ശരി, സാംസങ് ആയാലും ശരി. കാരണം എല്ലാവർക്കും അതേപോലെ ഉള്ള ഫോൺ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതിലേറ്റവും മിടുക്കർ ചൈനക്കാരാണ്. അവരെല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിലേക്ക് അടിച്ചു കയറ്റി വിട്ട് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ വിപണി നശിപ്പിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. കൃത്രിമ മുട്ടയടക്കം അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ മുട്ട പോലെ ഇരിക്കുമെങ്കിലും അത് നമ്മൾ അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് പ്ലാസ്റ്റിക് മുട്ടയാണ്. അതുതന്നെ കൃത്രിമ ക്യാബേജ് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ചില പ്രത്യേക ദ്രാവകങ്ങളൊക്കെ ഉപയോഗിച്ച്. അങ്ങനെ കൃത്രിമ പച്ചക്കറികൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യാജ പതിപ്പുകളാണ്. ഒറ്റയടിക്ക് മാർക്കറ്റിൽ ഇവ വരുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. നമ്മുടെ രാജ്യത്ത് അതുപോലുള്ള കൃത്രിമ സാധനങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ അത് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന കമ്പനികൾ നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ സാമ്പത്തിക കെട്ടുറപ്പില്ലായ്മയാണ്. ഇപ്പോൾ ചൈനക്കാർ ഇറക്കുന്ന ഒരു ഫോണുണ്ട്, അതിൽ 5 സിം കാർഡ് ഉപയോഗിക്കാൻ പറ്റും. 3000 രൂപ മാത്രമേ വിലയുള്ളൂ. സാംസങ്ങിനും ഐഫോണിനൊന്നും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഫോണിനുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. പക്ഷേ വരുമാനമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു ഫോൺ വാങ്ങാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഐഫോണിൻ്റെ വ്യാജപ്പതിപ്പ്, സാംസങ്ങിൻ്റെ വ്യാജപ്പതിപ്പ്, മറ്റുള്ള ഫോണുകളുടെ വ്യാജപ്പതിപ്പ് ഇറങ്ങുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ട്. അതുകൊണ്ടാണ് അത് മാർക്കറ്റിൽ ഇറങ്ങുന്നത്.